എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ബച്പൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം സംസ്മരൺ സെ, ഇതൊരു സംസ്മരൺ ആണ് അല്ലേ, ഓർമ്മക്കുറിപ്പാണ്. ലേഖിക പണ്ടത്തെ ഓർമ്മകളെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലേഖിക ബച്പൻ മേ ഇത്വാർ കി സുബ ക്യാ ക്യാ കാം കർത്തി തി. ലേഖിക കുട്ടിക്കാലത്ത് സൺഡേ ദിവസങ്ങളിൽ എന്തൊക്കെ പണികളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ബച്പൻ മേ ഇത്വാർ കി സുബ, കുട്ടിക്കാലത്ത് സൺഡേ ദിവസം രാവിലെ ലേഖിക അപ്പനെ മോജെ ധോത്തി തി, തൻ്റെ സോക്സ് കഴുകുമായിരുന്നു. ഫിർ ജൂത്തോം പർ പോളിഷ് കർക്കെ, പിന്നെ ജൂത്തെ ഷൂസ് പോളിഷ് ചെയ്ത് ഉസെ കപ്പടെ യാ ബ്രഷ് സെ റഗഡ്കർ ചംകാത്തി തി, അതിനെ തുണി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ടോ റഗഡ്കർ എന്ന് വെച്ചാൽ ഒരച്ചിട്ട് പറഞ്ഞാൽ റബ്ബ് ചെയ്തിട്ട് ചംകാത്തി തി, മിനുക്കിയിരുന്നു. नेक्स्ट क्वेश्चन, तुम्हें बताऊंगी कि हमारे समय और तुम्हारे समय में कितनी दूरी हो चुकी है. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, ഹമാരെ സമയം ഞങ്ങളുടെ സമയത്തും ഓർ തുമാരെ സമയം നിങ്ങളുടെ സമയവുമായിട്ട് എത്ര ദൂരമായി പോയി, പറഞ്ഞാൽ എത്ര വ്യത്യാസമുണ്ട്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്തും ഇപ്പോഴും ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇസ് ബാത് കെ ലിയെ ലേഖിക ക്യാ ക്യാ ഉദാഹരണം ദേത്തി ഹെ, ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇത് പറഞ്ഞു കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉദാഹരണങ്ങളാണ് ലേഖിക ഇവിടെ പറയുന്നത്. ലേഖിക अपने समय से आज के समय की दूरी को बताने के लिए निम्नलिखित उदाहरण प्रस्तुत कर रही है. ലേഖിക തൻ്റെ കുട്ടിക്കാലത്തിൻ്റെ സമയവും പിന്നെ ഇപ്പോഴത്തെ സമയവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അപ്പറഞ്ഞ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ പറയുന്ന ഉദാഹരണങ്ങളൊക്കെയാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ്, തബ് ഉൻ ദിനോ, അപ്പോൾ, തബ് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ അന്ന്, ഉൻദിനോ അന്നത്തെ ദിവസങ്ങളിൽ, റേഡിയോ ഓർ ടെലിവിഷൻ കി ജഗ, റേഡിയോവിൻ്റെയും ടെലിവിഷൻ്റെയും സ്ഥാനത്ത് കുച്ച് ഘറോമേ ഗ്രാമഫോൺ ഹോത്തേ ഥേ, കുറച്ച് വീടുകളിൽ ഗ്രാമഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. പറഞ്ഞാൽ അന്ന് ഗ്രാമഫോൺ ആയിരുന്നു, ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് റേഡിയോവും ടെലിവിഷനും ആണ് എന്നാണ് അർത്ഥം. ഈ സെൻറ്റൻസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, പെഹലെ കുച്ച് ഘറോമേ ഗ്രാമഫോൺ ഹോത്തേ ഥേ अब रेडियो और टेलीविज़न है എന്ന് എഴുതിയാലും മതി. पहले कुछ घरों में ग्रामोफोन होते थे, अब रेडियो और टेलीविज़न है उनकी जगह എന്ന് എഴുതിയാൽ മതി. അടുത്ത പോയിന്റ്, പെഹലെ കുൽഫി ഹോത്തി തി അബ് ഐസ്ക്രീം ഹോ ഗയി. ഇത് സിമ്പിളായിട്ടുണ്ട് സെൻറ്റൻസ്. ആദ്യം എന്താണ്, കുൽഫി ആയിരുന്നു, പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് ഇപ്പം എന്തായി, ഐസ്ക്രീമായി മാറി. കച്ചോടി സമോസ അബ് പേട്ടീസ് മേ ബദൽ ഗേ, പണ്ടത്തെ ഈ കച്ചോരി സമോസ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ പേട്ടീസായി മാറി. പേട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്സ് പോലൊരു സാധനമാണ് കഴിക്കുന്നത്. फालसे और खसखस के शरबत के स्थान पर कोक और पेप्सी जैसे शीतल पेयों ने ले लिया. ഫാൽസെ ഖസ്ഖസ് എന്നുള്ള ഷർബത്തുകൾ, ഫാൽസ ഖസ്ഖസ് കെ ഷർബത്ത് എന്നുള്ളതൊക്കെ പണ്ടത്തെ കുടിക്കേണ്ട സാധനങ്ങളാണ് ഓരോന്ന്. അതിൻ്റെ പ്ലേസിൽ ഇപ്പോൾ കോക്കും പെപ്സിയും ഒക്കെ ആയി മാറി. ശീതൾ പേയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പദാർത്ഥ വസ്തു എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. പറഞ്ഞാൽ ശീതൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂൾ ഡ്രിങ്ക്സ്, ശീതൾ പേയ് പറഞ്ഞാൽ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തുള്ളതായി മാറി. ഉൻകെ സമയമേ കോക്ക് നഹി, അവരുടെ സമയത്ത് പറഞ്ഞാൽ ലേഖികയുടെ സമയത്ത് പണ്ട് കോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ലെമണേഡ് വിംടോ മിൽത്തി തി, അതിൻ്റെ പ്ലേസിൽ എന്താണ് ഈ ലെമണേഡ് വിംടോ എന്നുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാഠ് സെ പത്താ കർക്കെ ലിഖോ കി ലേഖിക കോ ചഷ്മ ക്യൂ ലഗാന പടാ. പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്, ലേഖികയ്ക്ക് കണ്ണട എന്തുകൊണ്ടാണ് വെക്കേണ്ടി വന്നത്. ചഷ്മ ലഗാനെ പർ ഉൻകെ ചച്ചേരെ ഭായി ഉനെ ക്യാ കഹക്കർ ചിടാത്തേ തേ. കണ്ണട വെച്ച് തുടങ്ങിയ സമയത്ത് അവരുടെ ലേഖികയുടെ ചച്ചേരെ ഭായി, കസിൻ ബ്രദർ എന്ത് പറഞ്ഞാട്ട് അവർ കളിയാക്കിയിരുന്നത്. ലേഖികക്കോ രാത് മേ ടേബിൾ ലാമ്പ് കെ സാമനെ ബാറ്റ് കർ പഠനെ കെ കാരൺ ഉൻകി നസർ കംസോർ ഹോ ഗയി തി. ലേഖികയ്ക്ക് രാത്രിയിൽ ടേബിൾ ലാമ്പ് വെച്ചിട്ട് അതിന് അടുത്തിരുന്ന് പഠിച്ചതിൻ്റെ കാരണത്താലാണ് അവരുടെ നസർ കംസോർ ഹോ ഗയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണിൻ്റെ വിഷൻ വീക്കായി പോയത്. ഈസ് വജഹസെ ഉന്നെ ചഷ്മ ലഗാന പടാ, ഈ കാരണം കൊണ്ടാണ് അവർക്ക് കണ്ണട വെക്കേണ്ടി വന്നത്. അവരങ്ങനെയല്ലേ കാരണം പറയുന്ന പാഠത്തിൽ, അതാണ് പാഠത്ത് നോക്കി മനസ്സിലാക്കി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഉൻകെ ചച്ചേരെ ബായി ചഷ്മ ലഗാനെ പർ ഉന്നെ ചേർത്തെ ഹുവെ കേത്തേ ഥേ, അവരുടെ കസിൻ ബ്രദർ ഇവർ കണ്ണട ഇട്ടതിന് ശേഷം അവരെ കളിയാക്കിക്കൊണ്ട് പറയുമായിരുന്നു. എന്താ പറയുണ്ടായിരുന്നത്, ആങ്ക് പർ ചഷ്മ ലഗായ താക്കി സൂചെ ദൂർ കി, കണ്ണിൽ കണ്ണട വെച്ചു എന്തിനു വേണ്ടിയിട്ടാണ്, ദൂരത്തെ കാണാൻ വേണ്ടിയിട്ട്. സൂചെ ദൂർക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരത്തെ കാണാൻ വേണ്ടിയിട്ട്.
യഹ നഹി ലഡ്കി കോ മാലൂം സൂരത്ത് ബന്നി ലങ്കൂർ കി. പക്ഷേങ്കിൽ ഈ പെണ്ണിന് ഇതറിയില്ല. യഹ നഹി ലഡ്കി കോ മാലൂം സൂരത്ത് ബന്നി ലങ്കൂർ കി. സൂരത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്, ചെഹറ, മുഖം. അപ്പോൾ പക്ഷെ അതുകൊണ്ട് എന്താണ്, മുഖം ഒരു ബബൂൺ കുരങ്ങിനെ പോലെയായി. ലങ്കൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുരങ്ങാണത്, ബബൂൺ എന്ന് പറയും. അപ്പോൾ അതുപോലെ ആയി എന്നുള്ളത് ഈ പെണ്ണിന് മനസ്സിലായില്ല. അതൊരു കവിതയുടെ പോലെ, ഷേർ ഷായരി പോലെയാണ് പറയുന്നത്. नेक्स्ट क्वेश्चन, लेखिका अपने बचपन में कौन कौन सी चीज़ें मज़ा ले लेकर खाती थी. ലേഖിക തൻ്റെ കുട്ടിക്കാലത്ത് എന്തൊക്കെ സാധനങ്ങളായിരുന്നു വളരെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. മസ ലേ ലേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്വദിച്ച്, അല്ലെങ്കിൽ നല്ല രസത്തിൽ എന്ന് പറയില്ലേ, അങ്ങനെ. ഉന്മേ സെ പ്രമുഖ് ഫലോ കെ നാം ലിഖോ. അതിൽപ്പെട്ട ചില ഫ്രൂട്ട്സിൻ്റെ പേരുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ലേഖിക ബച്പൻ മേ ചോക്ലേറ്റ് കോ ബഡെ മജെ സെ ഖാത്തി തി. ലേഖിക കുട്ടിക്കാലത്ത് ചോക്ലേറ്റ് വളരെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉൻകോ സപ്താഹ മേ ഏക് ബാർ ചോക്ലേറ്റ് ഖരീദ്നെ കി ചൂട്ട് തി. അവർക്ക് വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരിക്കൽ ചോക്ലേറ്റ് വാങ്ങാനുള്ള അനുവാദമുണ്ടായിരുന്നു. ലേഖിക ചോക്ലേറ്റ് കോ സൈഡ് ബോർഡ് पर रख देती थी. ലേഖിക ചോക്ലേറ്റിനെ സൈഡ് ബോർഡ് पर रख देती പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരേടി കഴിച്ചു തീർക്കാണ്ട് അവിടെ സ്റ്റോക്ക് അവിടെ എടുത്ത് വെക്കും. ഫിർ ബിസ്തർ पर लेट कर मजे से खाती थी. പിന്നെ പതുക്കെ ബെഡിൽ പോയി കിടന്ന് പതുക്കെ തിന്നുമായിരുന്നു. इसके अतिरिक्त कुल्फ़ी, शहतूत, फल से के शरबत, चॉकलेट, पेस्ट्री तथा फल मजे ले लेकर खाती थी. ഇത് കൂടാതെ, इसके अतिरिक्त എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടാതെ, इसके अलावा എന്നും പറയാം. കുൽഫി, ഷഹത്തൂത്ത്, ഫൽസേക്ക് ഷർബത്ത്, അത് ഒരു ഫ്രൂട്ടിൻ്റെ ഷർബത്താണ്. പിന്നെ ചോക്ലേറ്റ്, പേസ്ട്രി, ഇതെല്ലാം, പിന്നെ ഫൽ, പിന്നെ വേറെ കുറച്ച് ഫ്രൂട്ട്സും, ഇതെല്ലാം എന്താണ് വളരെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുച്ച് പ്രമുഖ് ഫൽ കാഫൽ ഓർ ചെസ്റ്റ്നട്ട് താ. ഇഷ്ടമുള്ള കുറച്ച് ഫ്രൂട്ട്സിൽ പെടുന്നത് എന്താണ്, കാഫലും ചെസ്റ്റ്നട്ടും ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്മരൺ സെ ആകെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഠത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെ കുറച്ചുകൂടി നമ്മൾ ആലോചിച്ച് എഴുതേണ്ട ആൻസേഴ്സ്. അതാണ് സെ ആകെ, കുറച്ചുകൂടി മുന്നോട്ട്. लेखिका के बचपन में हवाई जहाज़ की आवाज़ें, घुड़सवारी, ग्रामोफोन और शोरूम में शिमला कल का ट्रेन का मॉडल ही आश्चर्यजनक आधुनिक चीज़ें थी. ലേഖികയുടെ കുട്ടിക്കാലത്ത് ഹവായി ജഹാസ് കി ആവാസെ, എയ്റോപ്ലെയിനിൻ്റെ സൗണ്ട്, ഗുഡ്സവാരി, കുതിര സവാരി, ഗ്രാമഫോൺ, ഓർ ഷോറൂം മേ ഷിംല കൽക്ക ട്രെയിൻ കാ മോഡൽ. ആ ഷോറൂമിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷിംല കൽക്ക റൂട്ടിലെ ട്രെയിനിൻ്റെ മോഡൽ എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതെല്ലാമാണ് ആശ്ചര്യജനകമായിട്ടുള്ള, ഭയങ്കര ആശ്ചര്യമായിട്ടുള്ള, മോഡായിട്ടുള്ള സാധനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആജ് ക്യാ ക്യാ ആശ്ചര്യജനക് ആധുനിക് ചീസേ തുമേ ആകർഷിത് കർത്തി ഹെ ഉൻകെ നാം ലിഖോ. എന്നാൽ ഇന്നത്തെ കാലത്ത് ആശ്ചര്യജനകമായിട്ടുള്ള, ആധുനിക്, മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പേരുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ആജ് കി ആശ്ചര്യജനക് ആധുനിക് ചീസേ ഹെ കമ്പ്യൂട്ടർ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, മൊബൈൽ, റോബോട്ട്, മെട്രോ ട്രെയിൻ, മോട്ടോർ കാർ, ബൈക്ക് ആദി. അപ്പോൾ ഇന്നത്തെ കാലത്തെ അനുസരിച്ചിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ പറയുന്നതെല്ലാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. കമ്പ്യൂട്ടർ അറിയാം, ടെലിവിഷൻ അറിയാം, ഇൻ്റർനെറ്റ് അറിയാം, മൊബൈൽ അറിയാം, റോബോട്ട് അറിയാം, മെട്രോ ട്രെയിൻ അറിയാം, മോട്ടോർ കാർ, ബൈക്ക്, ഇതെല്ലാം അറിയാം. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാനേ പറ്റില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ മോഡേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. എനിക്ക് പ്രതി ഹം ആജ് ജ്യാദ ആകർഷിത് ഹോത്തെ ഹെ. ഇതൊക്കെ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, अपने बचपन की किसी मनमोहक घटना को याद करके विस्तार से लिखिए. നിങ്ങളുടെ കുട്ടിക്കാലത്തെ എന്തെങ്കിലും മൻമോഹക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ വല്ലാതെ മോഹിപ്പിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവം, ഘടന, ഇൻസിഡൻറ്റ്, സംഭവം ഓർമ്മിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി കുട്ടികളാണ്, 6ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ചെറുപ്പത്തിൽ എന്തെങ്കിലും ഉള്ളത് ഉണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ച് എഴുതുക. പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളെ പറ്റി ആഗ്രഹിച്ചു, പക്ഷെ നമ്മളത് ചിലപ്പോൾ നമ്മൾ വീട്ടിലാരെങ്കിലും അച്ഛനമ്മ വാങ്ങിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും ആയിരിക്കും, ആരുടെയെങ്കിലും വീട്ടിലായിരിക്കും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സംഭവം ആലോചിച്ച് നിങ്ങൾ സ്വയം എഴുതുക അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനുമാൻ ഓർ കൽപ്പന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കൽപ്പന, ഇമാജിൻ ചെയ്യുക. പറഞ്ഞാൽ നമ്മൾ സ്വയം ഇമാജിൻ ചെയ്ത് എഴുതേണ്ട ആൻസേഴ്സാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, सन 1935-40 के लगभग लेखिका के बचपन न വേണം കേട്ടോ, लेखिका को अല്ല, लेखिका के बचपन शिमला में अधिक दिन गुजरा, फुल स्टॉप. उन दिनों के शिमला के विषय में जानने का प्रयास करो. അപ്പോൾ 1935-40യുടെ സമയത്ത് ലഗ്ബഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം, ലേഖിക കെ ബച്പൻ, ലേഖികയുടെ കുട്ടിക്കാലം, ഷിംല മേ അധിക് ദിൻ ഗുസ്ര, ഷിംലയിലായിരുന്നു കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ഗുസർന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുക, അവിടെ ഫുൾ
സ്റ്റോപ്പ്. പിന്നെ ഉൻ ദിനോ കെ ഷിംല കെ വിഷയ മേ ജാനനെ കാ പ്രയാസ് കരോ. അപ്പോൾ ആ സമയത്ത് 35-40 സമയത്ത് ഷിംലയെ പറ്റിയിട്ട്, ഷിംല കെ വിഷയമേ, ഷിംല എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കാൻ പറയാണ്. ആൻസർ, ലേഖിക കാ ബച്പൻ അധികാംശതഃ ഷിംല മേ ഗുസ്ര. ലേഖികയുടെ കുട്ടിക്കാലം കൂടുതൽ സമയവും ഷിംലയിലായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉൻ ദിനോ ഷിംല വികസിത് ഹോനെ ലഗാത്ത. ആ ദിവസങ്ങളിൽ ഷിംല കുറച്ച് പുരോഗതി പ്രാപിക്കുകയായിരുന്നു. അതിൻ്റെ അർത്ഥം കുറച്ച് ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു. വഹ റെസ്റ്റോറൻറ്റ്, മോൾ, അച്ചി ദുക്കാനെ ആദി ഖുൽ ഗയി തി. അവിടെ റെസ്റ്റോറൻറ്റ്, മോള്, നല്ല നല്ല ഷോപ്പുകളൊക്കെ കുറച്ച് തുടങ്ങിയിരുന്നു ആ സമയത്ത്. അതൊരു മുഴുവനായിട്ടും ഹില്ലി ഏരിയയാണ്. പറഞ്ഞാൽ ഏകദേശവും ഷിംലയിലുള്ള ഏകദേശം സ്ഥലങ്ങളും ഹില്ലി ഏരിയയാണ്, പർവ്വതങ്ങളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊന്നും സാധാരണ പ്ലെയിൻ സ്ഥലത്ത് തുടങ്ങണ പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളത് ആലോചിക്കണം കേട്ടോ. ചോട്ടി ചോട്ടി പഹാഡിയോ സേ ഘിരാ ഷഹർ. ചെറിയ പർവ്വതങ്ങളോട് കവറായിട്ട് കിടക്കുന്ന സിറ്റികൾ. പറഞ്ഞാൽ ഓരോ സിറ്റിയും പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും എന്താണ്, പർവ്വതങ്ങളായിരിക്കും, ഹിൽസ് ആയിരിക്കും. ചടായി ചടുക്കർ ഗിർജ മൈതാൻ പഹുഞ്ചന. ചടായി ചടുക്കർ, കയറ്റം കയറിയിട്ട് ഗിർജ മൈതാൻ, ആ മൈതാനത്തെ എത്തുക. ഓർ ഉത്തർക്കർ മോൾ ജാന, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മോളിലേക്ക് പോവുക. ഈ സബ് ഘട്ടനായെ സുഖത്തി. ഈ സംഭവങ്ങളെല്ലാം വളരെ സുഖകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആലോചിക്കുമ്പോൾ. സന്ധ്യാക്കെ സമയ ധുന്തൽക്കെ മേ ഗഹരാത്തെ പഹാഡ്. സന്ധ്യാസമയത്ത് ധുന്തൽക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വെളിച്ചം. പറഞ്ഞാൽ കുറച്ച് ഇരുട്ടായതിനു ശേഷം നമ്മൾ വിളക്കുകളൊക്കെ തെളിയിക്കുന്ന സമയത്തുള്ള ചെറിയ വെളിച്ചമില്ലേ, അതിനെയാണ് ധുന്തൽന എന്ന് പറയുക, ധുന്തൽക്കെ. അങ്ങനെയുള്ള ചെറിയ വെളിച്ചത്തിൽ ഗഹരാത്തെ പഹാഡ് പറഞ്ഞാൽ ദൂരെ വരെ അല്ലെങ്കിൽ വളരെ ആഴത്തിൽ കാണപ്പെടുന്ന പർവ്വതങ്ങൾ. റിജ് പർ ബഡ്ത്തി റോനക്ക്. റിജ് എന്നുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വർദ്ധിച്ചു വരുന്ന, കൂടി വരുന്ന റോനക്ക്, ഭംഗി, പ്രകാശം, എന്ത് വേണോ പറയാം. പറഞ്ഞാൽ ഭംഗിയാണ് ഉദ്ദേശിക്കുന്നത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഉള്ളത്. മോൾ കെ ദുക്കാനോ കി ചമക്ക്. മോളിലെ ഷോപ്പുകളുടെ എല്ലാം ആ തിളക്കം. പറഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, അതിൻ്റെ എല്ലാം തിളക്കം. ഓർ സ്കാൻഡിൽ പോയിൻറ്റ്. പിന്നെ സ്കാൻഡിൽ പോയിൻറ്റും അവിടെ ഉള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. സബ്, അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഷിംലാക്ക് ഖൂബ്സൂരത്തിക്ക് ഝലക് ദിക്കാത്തെ ഹേ. ഷിംലയുടെ ഭംഗിയുടെ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഝലക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് ഷിംല എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, लेखिका ने इस संस्मरण के सर्वर के माध्यम से अपनी बात बताने की कोशिश की है. ലേഖിക ഇസ് സംസ്മരൺ മേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഠത്തിൽ കൂടെ സർവർ കെ മാധ്യം സേ, സർവർ എന്നുള്ള ഒരു വേർഡിൻ്റെ അതിൻ്റെ ത്രൂ അപ്നി ബാത് ബത്താനിക്ക് കോശിഷ് കി ഹെ, തൻ്റെ കാര്യം പറയാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 2 പ്രാവശ്യം സർവർ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലേന്നറിയില്ല, ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ലേക്കിൻ സർവർ കോയി പരിചയ നഹി ദിയാ ഹെ. എന്നാൽ ഈ സർവർ ആരാണ്, എന്താണ്, എന്തിനെ പറയുകയാണെന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും തന്നിട്ടില്ല, അതിൻ്റെ പരിചയം തന്നിട്ടില്ല, അതാരാണെന്ന് നമുക്കറിയില്ല. അനുമാൻ ലഗായിയെ കി സർവർ കോൺ ഹോ സക്താ ഹെ. അപ്പം നിങ്ങളെ കൊണ്ട് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഈ സർവർ എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കാം, ലേഖിക എന്തിനെ പറ്റിയാണ് പറയാൻ സാധ്യതയുണ്ടാവുക എന്ന് നമ്മളുടെ രീതിയിൽ ആലോചിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. इस संस्मरण में लेखिका ने 2 बार സർവർ കാ നാം ലിയാ ഹെ. ഈ സംസ്മരണിൽ, അതായത് ഈ പാഠത്തിൽ ലേഖിക 2 തവണ സർവർ എന്ന പേര് എടുത്തിട്ടുണ്ട്. സർവർ കാ നാം ലേഖിക ने संकेत के रूप में लिया है. അപ്പോൾ ഇതിൽ സർവർ എന്ന വേർഡ് ലേഖിക ഒരു സങ്കേതമായിട്ട് പറഞ്ഞാൽ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ, ചൂണ്ടിക്കാണിക്കാൻ എന്ന് പറയില്ലേ, അങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. इसके अलावा उस व्यक्ति के लिए अन्य संबोधन का प्रयोग नहीं हुआ है. അതുകൂടാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരെ പറഞ്ഞാൽ സംബോധന ചെയ്യുന്ന പോലെ, ഒരു വ്യക്തിയെ പറയുന്ന പോലെയുള്ള പ്രയോഗം അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്, അങ്ങനെയല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അഥ സംഭവ് ഹെ കി, അല്ലെങ്കിൽ ഇനി ഇതും പോസിബിളാണ്. എന്താണ്? സർവർ കോയി പത്രക്കാർ യാ ഉൻകാ മിത്ര ലേഖക് രഹാ ഹോഗ. സർവർ എന്ന് വെച്ചത് ഏതെങ്കിലും ഒരു പത്രക്കാർ, വല്ല ജേർണലിസ്റ്റോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലേഖികയുടെ ഫ്രണ്ട് വേറെ വല്ല ലേഖകനോ ആയിരിക്കാം. ജിനെ വഹ അപ്നി ജീവനി സുനാ രഹി ഹെ. അവർക്ക് ലേഖിക തൻ്റെ ഈ കഥ, ഈ ജീവനി എന്ന് പറയുന്ന സമയത്ത് ഈ ജീവിതത്തിൻ്റെ ഈ കഥ കേൾപ്പിക്കുകയാണോ, അതുകൊണ്ടാണോ ഇടയിലടിയിൽ അങ്ങനെ സർവർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാകാമെന്നാണ് പറയുന്നത്. അടുത്തത് ഭാഷ കി ബാത്ത്.
ക്രിയാओं से भी ഭാവവാചക സംഖ്യായേ बनती है. ക്രിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബ്, നമ്മൾ എന്ത് ചെയ്യണോ അതെല്ലാം ക്രിയയാണ്. ആക്ഷൻ വേർഡ്സ് പറഞ്ഞ ഹിന്ദിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം നമ്മൾ ഗാന, നാച്ചന, ചലന, ദോടന, ഭാഗന എല്ലാം നമ്മൾ എന്ത് ചെയ്യണോ അതെല്ലാം ക്രിയയാണ്, വെർബ്. അപ്പോൾ അതിന്ന് നമ്മൾ ഭാവവാചക സംഖ്യ എന്ന് വെച്ചാൽ നൗണ്. അപ്പോൾ ഭാവവാചക സംഖ്യയുടെ ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ആ ക്രിയയിൽ നിന്ന് ഭാവവാചക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സുകൾ ജേസെ മാർനെ സെ മാർ, കാട്ട്നെ സെ കാട്ട്. മാർന എന്ന് പറയുമ്പോൾ അതെന്താണ്, അതൊരു ക്രിയയാണ്, അതൊരു വെർബാണ്. അപ്പോൾ ആ വെർബിൽ നിന്ന് മാർ എന്നുള്ള വേർഡ് മാത്രം എടുക്കുന്ന സമയത്ത് എന്താണ്, മാർന എന്നുള്ളത് വെർബും മാർ എന്നുള്ളത് നൗണും ആയി മാറും. അപ്പോൾ അതാണ് ഭാവവാചക സംഖ്യ. ഭാവവാചക സംഖ്യ ഇതിലേതാണ്, മാർന എന്നുള്ളത് ക്രിയ. അതേപോലെ കാട്ട്നെ സെ കാട്ട്, കാട്ടന എന്നുള്ളത് വെർബ് ക്രിയ, കാട്ട് എന്നുള്ളത് ഭാവവാചക സംഖ്യ. ഹാർനെ സെ ഹാർന എന്നുള്ളത് ക്രിയയാണ്, ഹാർ എന്നുള്ളത് സംഖ്യ. സീക്നെ സെ സീക്ന എന്നുള്ളത് ക്രിയയാണ്, സീക്ക് എന്നുള്ളത് സംഖ്യ. പളട്ട്നെ സെ പളട്ട്ന എന്നുള്ളത് ക്രിയ, പലട്ട് എന്നുള്ളത് സംഖ്യ. ഓർ ഹടപ്നെ സെ ഹടപ്ന എന്നുള്ളത് ക്രിയ, ഹടപ്പ് എന്നുള്ളത് സംഖ്യ. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദി ഭാവവാചക സംഖ്യയെ ബനി ഹെ, അങ്ങനത്തുള്ള ഭാവവാചക സംഖ്യകൾ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. തും ഭി ഇസ് സംസ്മരൺ സെ കുച്ച് ക്രിയാओं को छांट कर लिखो और उनकी ഭാവവാചക സംഖ്യ बनाओ. നിങ്ങളും ഈ സംസ്മരണത്തിൽ നിന്ന്, അതിൻ്റെ അർത്ഥം ഈ പാഠത്തിൽ നിന്ന് കുറച്ചതുപോലത്തുള്ള ക്രിയകൾ എടുത്ത് അതിൽ നിന്ന് ഭാവവാചക സംഖ്യ മാറ്റി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ പറയാം. മാർന എന്ന് പറഞ്ഞാൽ അടിക്കുക, അത്രേ ഉള്ളൂ. മാർ എന്ന് പറഞ്ഞാൽ അടി. അപ്പോൾ മാർന എന്ന് പറയുമ്പോൾ നമ്മൾ അടിക്കുക, ഒരു ക്രിയ. അപ്പോൾ മാർ എന്ന് പറയുമ്പോൾ അടി എന്ന് പറയുമ്പോൾ അതെന്താണ്, അതൊരു നൗണായി മാറി. കാട്ട്ന കാട്ട്, പറഞ്ഞാൽ കാട്ട്ന എന്ന് പറഞ്ഞാൽ മുറിക്കുക, കാട്ട് എന്ന് പറഞ്ഞാൽ മുറി. പിന്നെ ഹാർന ഹാർന തോൽക്കുക, അപ്പോൾ അതൊരു വെർബാണ്, ക്രിയയായി മാറി. ഹാർ തോൽവി എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയല്ല, അപ്പോൾ അതൊരു നൗണാണ്. സീക്ന സീക്ക്, പഠിക്കുക, പഠിപ്പ്. സീക്ക് എന്ന് പറഞ്ഞാൽ ലെസൺ എന്ന് പറയില്ലേ, അതിൻ്റെയും അർത്ഥം വരും, അങ്ങനെയും അർത്ഥം വരും. പലട്ട്ന എന്ന് പറഞ്ഞാൽ മറിച്ചിടുക, തിരിച്ചിടുക. പലട്ട് തിരിച്ച്. പിന്നെ ഹടപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെങ്കിലും എന്തെങ്കിലും അടിച്ചു പറിച്ചെടുക്കുക എന്ന് പറയില്ല, അത് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ ആരുടെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും എടുക്കുക, ഹടപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇനിയുള്ള വാക്കുകൾ ചാപ്റ്ററിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ വേർഡ് ഗൂഞ്ചന, ഗൂഞ്ചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിയയാണ്, അത് വെർബാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, റീസൗണ്ട് വരിക, പ്രതിധ്വനിക്കുക. അപ്പോൾ അതിനെ സംഖ്യയാക്കിയിട്ട് മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ്, ഗൂഞ്ച്, പ്രതിധ്വനി, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു സംഖ്യയാണ്, അതൊരു നൗണാണ്. ഉഭാർ, ഉഭർന, ഇത് അങ്ങും ഇങ്ങും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഉഭർന എന്നുള്ളത് ആദ്യത്തെ കോളത്തിൽ വരും, ഉഭാർ അടുത്തതിൽ. അപ്പോൾ അതിൻ്റെ ക്രിയ എന്താണ്, ഉഭർന എന്നാണ് ക്രിയ. ഉഭർന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈലൈറ്റ് ആവുക, പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം എടുത്തു പിടിച്ച് കാണുക. നമ്മൾ എന്തെങ്കിലും നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഉഭർനാഹ അല്ലെങ്കിൽ ഉഭർത്താഹ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പിന്നെ ഭാവവാചക സംഖ്യയാണ് ഉഭാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ്, അത്രേ ഉള്ളൂ, അങ്ങനെ കാണുക എന്നില്ല. അടുത്തത് ദോടന, ദോടന എന്ന് വെച്ചാൽ ഓടുക, അത്രേ ഉള്ളൂ. ദോട് എന്ന് വെച്ചാൽ ഓട്ടം. അപ്പോൾ ദോടന എന്ന് പറയുമ്പോൾ അതൊരു ക്രിയ, അതിൻ്റെ അർത്ഥം വെർബായി മാറും. ദോട് എന്ന് പറയുമ്പോൾ ഓട്ടം, അതൊരു നൗണാണ്. ചടന, ചടായി, ചടന എന്ന് വെച്ചാൽ കയറുക, ചടായി എന്ന് വെച്ചാൽ കയറ്റം, അപ്പോൾ നൗണായി മാറിയത്. ചാൽ, ചലൻ എന്ന് വെച്ചാൽ നടക്കുക, ചലൻ എന്ന് വെച്ചാൽ നടത്തം. ഗഹ്റാന, ഗഹ്റായി, ഗഹ്റാന എന്ന് വെച്ചാൽ ആഴം ആവുക, പറഞ്ഞാൽ ആഴമേറുക അല്ലെങ്കിൽ ആഴത്തിൽ കാണപ്പെടുക എന്നൊക്കെ പറയാം. ഡീപ്പൻ എന്ന് പറയാം. ഗഹ്റായി എന്ന് വെച്ചാൽ ആഴം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു നൗണാണ്. കീജന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഗെറ്റ് ആംഗ്രി, നമ്മൾ ദേഷ്യപ്പെടുക. കീജ് എന്ന് വെച്ചാൽ ആംഗ്രി, ദേഷ്യം, അത്രേ ഉള്ളൂ. ബദൽ മാറ്റുക അല്ലെങ്കിൽ മാറുക. ബദലാവ് എന്ന് പറഞ്ഞാൽ മാറ്റം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു സംഖ്യ, അതൊരു നൗണാണ്. ബദൽന എന്ന് വെച്ചാൽ മാറുക, അപ്പോൾ അതൊരു വെർബാണ്. नेक्स्ट क्वेश्चन, 4 दिन कुछ व्यक्ति 1 लीटर दूध आदि शब्दों के प्रयोग पर ध्यान दे तो पता चलेगा कि 4 दिन 4 ദിവസം कुछ व्यक्ति കുറച്ച് വ്യക്തി അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ എന്ന് പറയാം. 1 ലിറ്റർ ദൂത്, 1 ലിറ്റർ പാല്, ആദി ശബ്ദവും കെ പ്രയോഗ് പർ, ഈ ശബ്ദങ്ങളെല്ലാം ഈ വേർഡ്സുകളെല്ലാം നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ധ്യാൻ ദോത്തോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പതാ ചലേഗാക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തെന്നാൽ ഇസ്മേ ഇതിൽ 4 കുച്ച് ഓർ 1 ലിറ്റർ ശബ്ദ സേ, 4 എന്ന വാക്ക്, 4 ദിൻ എന്നുള്ളതിൽ നിന്ന് 4, കുച്ച് വ്യക്തി എന്നുള്ളതിൽ നിന്ന് കുച്ച്,
ഏക് ലിറ്റർ ദൂത് എന്നുള്ളതിൽ നിന്ന് ഏക് ലിറ്റർ, ഈ വാക്കുകളെല്ലാം, ഈ വേർഡ്സ് എല്ലാം സംഖ്യ യാ പരിമാൺ കാ ആഭാസ് ഹോത്താ ഹെ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? സംഖ്യ അല്ലെങ്കിൽ നമ്പർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അളവ്, പരിമാൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്യോങ്കി യേ സംഖ്യാവാചക് വിശേഷൺ ഹെ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കൂടിയിട്ട് സംഖ്യാവാചക് വിശേഷണിൽ വരുന്ന കാര്യങ്ങളാണ്. പറഞ്ഞാൽ ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്ന, സംഖ്യയെ വിശേഷണമായിട്ട്, വിശേഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ്. ഇവിടെ അഡ്ജക്റ്റീവ് എന്താണ്? ഒരു സംഖ്യാരൂപമാണ്, അല്ലെങ്കിൽ ഒരു അളവിൻ്റെ രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സംഖ്യാവാചക്കിൽ വരുന്നതാണ്. ഇസ്മേ ബി 4 दिन से निश्चित संख्या का बोध होता है. പിന്നെ അതിൽ നിന്നും പിന്നെ ഫർദറായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 दिन എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നിശ്ചിതമായിട്ട് പറയുന്നുണ്ട്. പറഞ്ഞാൽ 4 എന്നുള്ളതൊരു പക്കയാണ്, 4 ദിവസം, 4 എന്ന് പറഞ്ഞാൽ 4, പിന്നെ അപ്പുറം ഇപ്പുറമൊന്നുമില്ല. അപ്പോൾ അതെന്താണ്? അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നിശ്ചിത് സംഖ്യ കാ ബോധ് ഹോത്താ ഹെ. അതൊരു നിശ്ചിതമായിട്ടുള്ളത് കൊണ്ട് എന്താണ്? ഫിക്സ്ഡ് ആയതുകൊണ്ട് അതിനെ നിശ്ചിത് സംഖ്യാവാചക് വിശേഷൺ കഹത്തെ ഹെ. അപ്പോൾ അതിനെ നിശ്ചിത് സംഖ്യാവാചക് വിശേഷൺ എന്നാണ് പറയുക. അത് സംഖ്യാവാചക്കാണ്. അതിനെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സംഖ്യ കൊണ്ടാണ്. അപ്പോൾ അതെന്താണ്? 4. വിശേഷിപ്പിക്കുന്നത് വിശേഷൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ്. അപ്പോൾ ഇത് ഒരു ഫിക്സ്ഡ് ആയതുകൊണ്ട് അതിനെ നിശ്ചിത് സംഖ്യാവാചക് വിശേഷൺ എന്ന് പറയുന്നു. ഓർ കുച്ച് വ്യക്തി സെ അനിശ്ചിത് സംഖ്യ കാ ബോധ് ഹോനെ സെ. കുച്ച് വ്യക്തി എന്ന വേർഡ്സ് ഉണ്ട്. അതിന് നമുക്ക് എന്താണ്? കുച്ച് എന്നാണ് പറയണത്. നമുക്കപ്പോൾ എത്രയാണെന്ന് അറിയില്ല, അത് വ്യക്തമല്ല, ക്ലിയർ അല്ല. അപ്പോൾ അത് അനിശ്ചിത് ആണ്. അപ്പോൾ അതിനെ അനിശ്ചിത് സംഖ്യ കാ ബോധ് ഹോനെ സെ. അപ്പോൾ അതിനെ അനിശ്ചിത് സംഖ്യ വാചക് വിശേഷൺ എന്ന് പറയും. കാരണം അതിൽ എത്രയുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അടുത്തത് ഇസി പ്രകാർ 1 ലിറ്റർ ദൂത് സെ പരിമാൺ കാ ബോധ് ഹോത്താ ഹെ. 1 ലിറ്റർ ദൂത് എന്നതിൽ നിന്ന് എന്താ മനസ്സിലാക്കണം? 1 ലിറ്റർ പാലാണ്. അപ്പോൾ അതൊരു അളവാണ് 1 ലിറ്റർ എന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്താ അതുകൊണ്ട് പറയുന്നത്? പരിമാണവാചക് വിശേഷൺ കഹത്തെ ഹെ. പരിമാണവാചക് വിശേഷൺ എന്ന് പറയും. കാരണം അതൊരു പരിമാൺ, അതൊരു അളവിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട്. अब तुम नीचे लिखे वाक्यों को पढ़ो. ഇനി നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിക്കുക. और उनके सामने അതിൻ്റെ നേരെ വിശേഷൺ കെ ഭേദോं को लिखो. അത് ഏത് വിശേഷണ ആണ് എന്ന് എഴുതണം. അഡ്ജക്റ്റീവാണ് വിശേഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പറഞ്ഞാൽ അതിൻ്റെ പല ടൈപ്പുകളുണ്ട്, അത് ഏതാണെന്ന് എഴുതണം. മുझे 2 दर्जन കേലെ ചാഹിയേ. എനിക്ക് 2 ഡസൻ പഴം വേണം. അപ്പോൾ അതിലെന്താണ്? 2 ദർജൻ. ആൻസർ എന്താ നോക്കുക? 2 ദർജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡസൻ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു. അപ്പോൾ അതെന്താണ്? നിശ്ചിത സംഖ്യാവാചക് വിശേഷൻ. അത് ഫിക്സ്ഡ് ആണ്. 2 ഡസന് ഫിക്സ്ഡ് ആണ്, അതിൻ്റെ അപ്പുറം ഇപ്പുറം ചിന്തിക്കാനില്ല. അപ്പോൾ അത് നിശ്ചിത സംഖ്യാവാചക് വിശേഷണിൽ വരും. പറഞ്ഞാൽ അത് നിശ്ചയിച്ചതാണ് ഓൾറെഡി. അപ്പോൾ അത് നിശ്ചിത് സംഖ്യാവാചക് വിശേഷൻ. അടുത്തത് 2 കിലോ അനാജ് ദേ ദോ. 2 കിലോ ഗ്രെയിൻസ്. അനാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രെയിൻസ് എന്ത് വേണം? ധാന്യങ്ങൾ വേണം. അപ്പോൾ 2 കിലോ എന്ന് അതിലും ഫിക്സ്ഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിശ്ചിത് പരിമാണവാചക് വിശേഷൻ. പക്ഷേ ഇതെന്താണ്? 2 കിലോ എന്ന് പറയുന്ന സമയത്ത് അതൊരു അളവാണ്. ഇപ്പോൾ 2 ദർജൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അതൊരു 12 എണ്ണം, ഒരു ഡസനിൽ 12, അപ്പോൾ 12 12 അങ്ങനെ. അതുകൊണ്ടാണ് സംഖ്യാവാചക്, നിശ്ചിത സംഖ്യാവാചക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 2 കിലോ എന്ന് പറയുമ്പോൾ നമ്മളത് എണ്ണാൻ പറ്റില്ലായിരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പരിമാണവാചക് എന്ന് പറയുന്നത്. ഇതും നിശ്ചിത തന്നെയാണ്, ഇതും ഫിക്സ്ഡ് ആണ്. 2 എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആണ്, പക്ഷേ നമുക്കത് കൗണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിശ്ചിത പരിമാണവാചക് വിശേഷൻ എന്ന് പറയുന്നത്. പരിമാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അളവ്. അപ്പോൾ നിശ്ചിത പരിമാണവാചക് വിശേഷൻ. അടുത്തത് കുച്ച് ബച്ചേ ആ രഹേ ഹേ. കുറച്ച് കുട്ടികൾ വരുന്നു. അപ്പോൾ കുറച്ച് കുച്ച്. അപ്പോൾ കുച്ച് എന്നുള്ളത് കുറച്ച് എന്ന് പറയുന്ന സമയത്ത് അനിശ്ചിത്. നമുക്കത് എത്രയാണെന്ന് അറിയില്ല, 1 2 3 4 എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അനിശ്ചിത് ആണത്. പക്ഷേ കുട്ടികൾ വരുന്നു എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമുക്കത് എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണാൻ കഴിയും. അത് കൗണ്ടബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അനിശ്ചിതാണ്, എത്രയാണെന്ന് അറിയില്ല ഇവിടെ, പക്ഷേ സംഖ്യാവാചക്കാണ്. അപ്പോൾ അനിശ്ചിത് സംഖ്യാവാചക് വിശേഷൻ ആണ് കുച്ച് എന്നുള്ളത്. അടുത്തത് സഭി ലോഗ് ഹസ് രഹേ തേ. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ ലോഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. അപ്പോൾ സഭി ലോഗ് എല്ലാവരും, അവിടെയുള്ളവർ എല്ലാവരും. അപ്പോൾ അതൊരു അനിശ്ചിതമാണ്, നമുക്ക് എത്രയാണെന്നൊന്നും അറിയില്ല, ഫിക്സ്ഡ് അല്ല. അപ്പോൾ അത് അനിശ്ചിത്. പിന്നെ ലോഗ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ, നമുക്കത് എണ്ണാൻ പറ്റും, നമുക്ക് എത്രയുണ്ടെന്ന് കൗണ്ടബിൾ ആണത്. അപ്പോൾ അത് പരിമാണവാചക് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. അത് സംഖ്യാവാചക്കാണ് വരിക. അപ്പോൾ അനിശ്ചിത്, ഫിക്സ്ഡ് അല്ല, അപ്പോൾ അനിശ്ചിത്. പക്ഷെ നമുക്ക് എണ്ണാൻ പറ്റും അത്, അതുകൊണ്ട് സംഖ്യാവാചക്. അപ്പോൾ അനിശ്ചിത് സംഖ്യാവാചക് വിശേഷനാണ് സഭി എന്നുള്ളത്.
അടുത്തത് തുമ്ഹാര നാം ബഹുത് സുന്ദർ ഹേ, നിൻ്റെ പേര് വളരെ മനോഹരമാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. തുമ്ഹാര അത് സാർവനാമിക് വിശേഷൻ. സർവനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോനൗണിനെയാണ് പറയുക. നൗണിനെ സംഖ്യ എന്ന് പറയും, പ്രോനൗണിനെ സർവനാം എന്ന് പറയും. അപ്പോൾ നൗണിൻ്റെ പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സർവനാം. പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഹീ, ഷീ, ദിസ്, ദാറ്റ്, ദേ, ദെയർ ഇതൊക്കെ ഏതിലാണ് വരിക? പ്രോനൗണിൽ വരും. അതേപോലെ ഹിന്ദിയിൽ വഹ്, യഹ്, തുമാര, ഹമാര, ഹം, തും ഈ വാക്കുകളെല്ലാം എന്തിൽ വരും? സർവനാമിൽ വരും. പറഞ്ഞാൽ നൗണിൻ്റെ പ്ലേസിൽ ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പേരിൻ്റെയോ പ്ലേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സർവനാം അഥവാ പ്രോനോൺ. അപ്പോൾ തുമ്ഹാര എന്നുള്ളത് സർവനാമാണ്. അപ്പോൾ സാർവനാമിക് വിശേഷൻ ആണത്. അടുത്തത് ബൊഹോത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം. അപ്പോൾ അത് അനിശ്ചിത്. ബൊഹോത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം, നമ്മളതൊരു ഫിക്സ്ഡ് ആയിട്ട് ഇത്ര എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അനിശ്ചിത്. പിന്നെ പരിമാണവാചക്, അതൊരു അളവാണ്. പറഞ്ഞാൽ നമ്മൾ കുറേയധികം ഇഷ്ടമാണ് അല്ലെങ്കിൽ കുറേ സുന്ദരമാണ്, ഭംഗിയുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ അത് അനിശ്ചിതാണ്, പരിമാണവാചക്കാണ്. അപ്പോൾ അനിശ്ചിത് പരിമാണവാചക് വിശേഷനാണ് ബൊഹോത്ത് എന്നുള്ളത്. അടുത്തത് സുന്ദർ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ, മനോഹരമായിട്ടുണ്ട്, ഭംഗിയുള്ളതാണ് എന്ന് പറയില്ലേ. അപ്പോൾ അതൊരു ഗുണമാണ്, അപ്പോൾ ഒരു ക്വാളിറ്റിയാണത്. അപ്പോൾ അതിന് ഗുണവാചക് വിശേഷൻ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പടോ മേ മേരി ദിൽചസ്പിയ മേരി മോസി ജാൻതി തീ. ഡ്രസ്സുകളിൽ എൻ്റെ ഇൻട്രസ്റ്റ്, ദിൽചസ്പിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. മേരി മോസി ജാൻതി തീ, എൻ്റെ ചെറിയമ്മയ്ക്ക് അറിയാമായിരുന്നു. മോസി എന്ന് വെച്ചാൽ അമ്മയുടെ സിസ്റ്ററിനെയാണ് പറയുക. इस वाक्य में रेखांकित शब्द दिलचस्पियाँ और मौसी संख्याओं की विशेषता बता रहे हैं. ഈ സെൻറ്റൻസിൽ രേഖാങ്കിത് ശബ്ദ് എന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ, അണ്ടർലൈൻ ചെയ്ത വേർഡ്സ്, അതായത് ദിൽചസ്പിയ, മോസി, ഈ രണ്ടെണ്ണമാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ കാണുന്നില്ല. പക്ഷേ ഈ രണ്ടെണ്ണം ആണ്. അത് സംഖ്യാവോങ്കി വിശേഷത ബത്താ രഹേ ഹേ, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സംഖ്യ എന്ന് വെച്ചാൽ നൗണിൻ്റെ വിശേഷതയെ പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം അഡ്ജക്റ്റീവായിട്ട്. വിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ്. ഇപ്പം നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡ്സ് ആയിട്ടാണ് ഇത് രണ്ടെണ്ണം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസിലിയെ ഈ സാർവനാമിക് വിശേഷൻ ഹേ, അതുകൊണ്ട് ഇതെന്താണ്? സാർവനാമിക് വിശേഷൻ ആണ്. സർവനാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോനൗൺ. നൗണിൻ്റെ പ്ലേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് സർവനാം. ഇപ്പം നൗൺ എന്ന് വെച്ചാൽ ഏതെങ്കിലും പേരോ സ്ഥലമോ എന്തെങ്കിലും ആവാം. അപ്പം അതിൻ്റെ പ്ലേസിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുക? ദിസ്, ദാറ്റ്, ഹീ, ഷീ, ദേ, ദേർ എന്നൊക്കെ പറയില്ലേ. അപ്പം അതൊക്കെയാണ് സർവനാം, അതായത് പ്രോനൗൺസ്. അപ്പോൾ ഇവിടെ മേരി ദിൽചസ്പിയ, മേരി മോസി. അപ്പോൾ ഇവിടെ മേരി എന്നുള്ളത് എന്താണ്? സർവനാമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് വാക്കുകൾ അതിൻ്റെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അപ്പോൾ സാർവനാമിക് വിശേഷൻ എന്ന് പറയുന്നത്. സർവനാം കഭി കഭി വിശേഷൻ കാ കാം ഭി കർത്തേ ഹേ. അപ്പോൾ സർവനാം അതായത് പ്രോനൗൺസ് ചില സമയത്ത് വിശേഷനായിട്ടും യൂസ് ആയിട്ട് വരും, ചിലവിടെ അങ്ങനെ പ്രയോഗത്തിൽ വരും. പാഠ് മേ സെ ऐसे 5 ഉദാഹരണം ചാട്ട് കർ ലിഖോ. പാഠത്തിൽ നിന്ന് അങ്ങനത്തെ 5 ഉദാഹരണങ്ങൾ എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഹം ബച്ചെ ഇത്വാർ കി സുബ ഇസി മേ ലഗ്തേ. ഞങ്ങൾ കുട്ടികൾ സൺഡേ രാവിലെ ഈ പണിയിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ ഹം ബച്ചെ എന്ന് പറയുന്ന സമയത്ത് ബച്ചെ എന്നുള്ളത് എന്താണ്? ഇവിടെ സംഖ്യ, അതായത് നൗണാണ്. അപ്പോൾ വെറും കുട്ടികൾ എന്നല്ല പറയുന്നത്, ഹം ബച്ചെ, ഞങ്ങൾ കുട്ടികൾ. അപ്പോൾ ഹം എന്നുള്ളതാണ് ഇവിടെ പ്രോനൗണായിട്ട് വരുന്നത്. അപ്പോൾ ബച്ചെ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സാർവനാമിക് വിശേഷനാണത്. ഉൻ ദിനോ കുച്ച് ഘറോ മേ ഗ്രാമഫോൺ ഥേ. ഉൻ ദിനോ, ഇപ്പോൾ ദിന്നിനെ എങ്ങനെയാണ് പറയുന്നത്? ദിവസങ്ങൾ. അതിനെ എങ്ങനെയാണ് പറയുന്നത്? ഉൻ ദിനോ, ആ ദിവസങ്ങളിൽ. അപ്പോൾ ഉൻ ദിനോ. പിന്നെ കുച്ച് ഘറോ എന്നുള്ളതും വരാൻ പറ്റും ഇവിടെ. കുച്ച് ഘർ എന്നുള്ളത് സംഖ്യയാണ്, നൗണാണ്. കുച്ച് ഘർ അതിനെയും പറയാൻ പറ്റും. പിന്നെ ഹമാര ഘർ മോൾ സെ ജ്യാദാ ദൂർ നഹീ താ. ഞങ്ങളുടെ വീട്. അപ്പോൾ ഘർ ആരുടെയാണ്? ഹമാര. അപ്പോൾ അവിടെ എന്താ വരുന്നത്? പ്രോനൗൺ ആണ് വരുന്നത്, സർവനാമാണ് വരുന്നത്. അപ്പോൾ സാർവനാമിക് വിശേഷൻ. ഘർ എന്നുള്ളത് സംഖ്യയാണ്. അടുത്തത് അപ്പനെ അപ്പനെ ജൂത്തെ പോളിഷ് കറിക്കെ ചമക്കാത്തെ. അപ്പനെ നമ്മളുടെ തന്നെ ഷൂ പോളിഷ് ചെയ്തിട്ട് നല്ല ചമക്കായിക്കും. അതിൻ്റെ അർത്ഥം തിളക്കും, മിനുക്കും. അപ്പം ജൂത്തെ എന്നുള്ളത് എന്താണ്? നൗണാണ്, സംഖ്യയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് പറയുന്നത്? അപ്പനെ ജൂത്തെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അപ്പനെ എന്നുള്ളത് സർവനാമാണ്. അപ്പോൾ അപ്പനെ ജൂത്തെ എന്ന് പറയുന്ന സമയത്ത് അത് സർവനാമിക് വിശേഷനായിട്ട് മാറും. यह गाना उन दिनों स्कूल में हर बच्चे को आता था. यह गाना, അപ്പോൾ ഗാന എന്നുള്ളത് സംഖ്യ, അത് നൗണാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ മുന്നേ വന്നിരിക്കുന്നത്? യഹ്. അപ്പോൾ അതൊരു സർവനാമാണ്. അപ്പോൾ യഹ് ഗാന, ഈ പാട്ട്. പിന്നെ ഉന്തിനോ എന്നുള്ളതും വരും. പിന്നെ ഹർ ബച്ചെ, ബച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും സംഖ്യയാണ്, നൗണാണ്. അപ്പോൾ ഹർ ബച്ചെ, എല്ലാ കുട്ടികളും. അപ്പോൾ അതും സർവനാമിക് വിശേഷനായിട്ട് വരും ഇവിടെ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.